AudioMaxx എന്ന ബ്രാൻഡിന്റെ 6 ബ്ലൂടൂത്ത് പാനലുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. AudioMaxx എന്നുള്ളത് നമ്മുടെ ഒരു പുതിയ ബ്രാൻഡാണ്. അതായത് നമ്മുടെ സ്റ്റാർ ഇലക്ട്രോണിക്സ് തുടങ്ങിയ ഒരു പുതിയ ബ്രാൻഡാണ് AudioMaxx എന്നുള്ള ഈ പ്രോഡക്റ്റ്. അപ്പോൾ അനൗൺസ്മെന്റ് ഉള്ള ടൈപ്പും അല്ലാത്ത ടൈപ്പും മൈക്കുള്ളതും മൈക്കില്ലാത്തതും എല്ലാ ടൈപ്പും ഉണ്ട് ഈ 6 അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഒന്ന് പരിചയപ്പെട്ടൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യത്തേത് AudioMaxxന്റെ USB മൊഡ്യൂൾ കിറ്റ് വിത്ത് ലേറ്റസ്റ്റ് വെർഷൻ ബ്ലൂടൂത്ത് ലേറ്റസ്റ്റ് വെർഷൻ വർക്ക് ചെയ്യുന്നു പറയുന്നു. ഇനി ചെക്ക് ചെയ്താൽ കൂടുതൽ മനസ്സിലാവും. ഇത് സാധാരണ റെഡ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഈ ടൈപ്പ് നോർമൽ ലുക്കുള്ള പാനൽ തന്നെയാണ് ഇതിനോട് കിട്ടുന്നത്. ഇതിനകത്ത് മറ്റ് ഓപ്ഷൻസ് ഒന്നുമില്ല. ഡയറക്റ്റ് ഓഡിയോ ഔട്ടും 5 വോൾട്ട് സപ്ലൈയും. അതിന് നമുക്ക് ഈ ടൈപ്പ് ഒരു റിമോട്ടും ആണ് കിട്ടുന്നത്. അപ്പോൾ ഒരു സാധാരണ ഒരു ബ്ലൂടൂത്ത് ഓപ്ഷൻ മാത്രം മതി എന്നുള്ളവർക്ക് ഈ പാനൽ എടുക്കാം. അടുത്തത് ഗ്രീൻ ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത് സെയിം ടൈപ്പ് തന്നെ USB മൊഡ്യൂൾ വിത്ത് ലേറ്റസ്റ്റ് ബ്ലൂടൂത്ത് വെർഷൻ. അപ്പോൾ അതിലേക്ക് നമുക്ക് വരുന്നത് ഒരു ഗ്രീൻ ഡിസ്പ്ലേ ആണ്. ഇതിലും അതുപോലെ തന്നെ സാധാരണ ഓഡിയോ ഔട്ടും ഒരു 5 വോൾട്ട് സപ്ലൈയും തന്നെയാണ് ഉള്ളത്. എക്സ്ട്രാ മൈക്ക് ഓപ്ഷൻ ഒന്നുമില്ല. സെയിം ടൈപ്പ് ഒരു വ്യത്യസ്തമായ നല്ല ടൈപ്പ് റിമോട്ടുമാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. അതേപോലെ തന്നെ ബ്ലൂ ഡിസ്പ്ലേ ആണ് അടുത്തത്. സെയിം ടൈപ്പ് തന്നെ ബ്ലൂ ഡിസ്പ്ലേ. അപ്പോൾ അതിലേക്ക് വരുന്നത് നമുക്ക് സെയിം ടൈപ്പ് തന്നെ ബ്ലൂ ഡിസ്പ്ലേ ഉള്ള പാനലാണ്. ആ സെയിം ടൈപ്പ് റിമോട്ടും നോർമൽ ബ്ലൂടൂത്ത് പാനൽ വിത്ത് ബ്ലൂ ഡിസ്പ്ലേ. ഇനി അടുത്തത് വരുന്നത് റെഡ് ഡിസ്പ്ലേ വിത്ത് മൈക്ക് ആൻഡ് നോ അനൗൺസ്മെന്റ്. അപ്പോൾ അതിൽ നമുക്ക് ഇതിനു മുമ്പ് ഉപയോഗിച്ച ടൈപ്പ് തന്നെയാണ്. സാധാരണ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് G-Star ഒക്കെ വരുന്ന ടൈപ്പ് തന്നെയാണ് ഇതിൻ്റെ പാനൽ. സെയിം ടൈപ്പ് തന്നെയാണ് അതിൻ്റെ റിമോട്ടും വരുന്നത്. അതുപോലെ AUX ഇൻപുട്ട് ഉണ്ട്. 5 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നു. റെഡ് ഡിസ്പ്ലേ. മൈക്ക് ഇല്ല. ബിൽഡ് ഇൻ ബേസ് ട്രബിൾ ഉണ്ട്. മറ്റേതിലൊന്നും ബേസ് ട്രബിൾ കൺട്രോൾ ഇല്ല. അതിൽ നമ്മുടെ ആ റോക്ക് പോപ്പ് എന്നുള്ള ആ EQ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് വരുന്നത് മൈക്ക് ഇൻപുട്ടുള്ള എക്കോ വോളിയം മൈക്ക് ഇൻപുട്ടൊക്കെ ഉള്ള നമ്മുടെ G-Starന്റെ ഉപയോഗിച്ചിരുന്ന ടൈപ്പ് സെയിം പാനൽ. അതിലേക്ക് ഇതേപോലെ നിങ്ങൾക്ക് നോക്കിയാൽ ഇത് സെയിം ഓപ്ഷൻസ് തന്നെയാണ് ഇതിനകത്തുള്ളത്. അതായത് മൈക്ക് ഇൻപുട്ട്, AUX ഇൻപുട്ട്, ഓഡിയോ ഔട്ട് 5 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നു. സെയിം ടൈപ്പ് റെഡ്. അതിനും ഈ ടൈപ്പ് തന്നെയാണ് ഇതിൻ്റെ റിമോട്ട് ഈ കിറ്റിൻ്റെ കൂടെ വരുന്നത്. ലാസ്റ്റ് വരുന്നത് AudioMaxxന്റെ ഡിജിറ്റൽ കരോക്കെ ബ്ലൂടൂത്ത് USB മൊഡ്യൂൾ കിറ്റ് എന്ന് പറഞ്ഞ് ബിൽഡ് ഇൻ ബേസ് ട്രബിൾ ആൻഡ് മൈക്ക്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ടൈപ്പ് പാനൽ സെയിം ടൈപ്പ് പാനലാണ്. അതിൽ ഈ പറഞ്ഞ എൻകോഡർ അടക്കമുള്ള എല്ലാവിധ വയറിംഗ് ഓപ്ഷൻസും ഈ കിറ്റിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. മൈക്ക് സോക്കറ്റ്, എൻകോഡർ കൺട്രോൾ, എല്ലാ സാധനവും അതിൻ്റെ കൂടെ കിട്ടും. മറ്റേ പാനലുകളിൽ ഉണ്ടായിരുന്ന ടൈപ്പല്ല, വ്യത്യസ്തമായ ICയും ഇതിലുണ്ട്. അതിലേക്കുള്ള റിമോട്ട് ഈ ടൈപ്പാണ്. അപ്പോൾ ഈ ഇത്രയും പാനൽസ് ആണ് ഈ AudioMaxxന്റെ ലേറ്റസ്റ്റ് പ്രോഡക്റ്റിൽ പരിചയപ്പെടുത്താനുള്ളത്. ഇതിൻ്റെ കൂടെ വരുന്ന മറ്റ് ചെറിയൊരു ഹൈലൈറ്റ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള പാനലുകളുടെ കൂടെ നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പരിചയപ്പെടുത്തിയ ഒരു റിമോട്ട് ടൈപ്പാണ് ഈ കാണുന്നത്. ഈ റിമോട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇതിന് മുമ്പ് കിട്ടിക്കൊണ്ടിരുന്ന ഒരു ടൈപ്പാണ് ഈ റിമോട്ട്. ഇതേപോലെ മറ്റ് ഇപ്പോൾ മോഡൽസ് റിമോട്ടും ഉണ്ട്. പക്ഷേ ഇപ്പോൾ വളരെ വ്യത്യസ്തമായിട്ട് വരുന്ന ഒരു റിമോട്ടാണ് ഇത്. അപ്പോൾ ഈ റിമോട്ടിൽ ഈ ഒരു ഫോർമാറ്റിൽ ഉണ്ടാക്കിയ ഒരു റിമോട്ടാണ്. അപ്പോൾ ഇത് AudioMaxxന്റെ ഒരു പ്രത്യേക ഒരു ബ്രാൻഡിങ് എന്ന നിലയ്ക്ക് ഇതിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത റിമോട്ടാണ്. അപ്പോൾ ഈ റിമോട്ട് നിങ്ങൾക്ക് പ്രത്യേകം ഇതിൻ്റെ കൂടെ ചോദിച്ചു വാങ്ങാം. അതല്ലെങ്കിൽ ഇതിൻ്റെ കിറ്റിൻ്റെ കൂടെ കിട്ടുന്നത് ഈ ടൈപ്പ് സാധാരണ റിമോട്ടായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഈ രീതിയിലുള്ള കിറ്റ് ചോദിച്ചു വാങ്ങാം എക്സ്ട്രാ. അപ്പോൾ കാഴ്ചയിലും കുറച്ചും കൂടെ സ്റ്റാൻഡേർഡും ഒരു വ്യത്യസ്തതയും നമുക്ക് കിട്ടും. ഈ റിമോട്ടും കുറച്ച് വ്യത്യസ്തമാണ്. എന്നാലും നമുക്ക് കുറച്ചുകൂടെ ഒരു വ്യത്യസ്തത, കുറച്ചുകൂടെ ഒരു സ്റ്റൈലിഷ് റിമോട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന എല്ലാ പാനൽസും ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഓഡിയോ ഔട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എൻ്റെ എക്സ്റ്റേണൽ മൈക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ക്യാമറയുടെ മൈക്കിലാണ് ഇത് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൊത്തത്തിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒന്നായിട്ട് ലൂപ്പ് ചെയ്യാൻ പറ്റിയ രൂപത്തിൽ ഒരു വയർ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വെച്ചിട്ടാണ് കണക്ട് ചെയ്യാൻ. അപ്പോൾ ഇതിൽ എല്ലാ പാനൽസും കൂടി നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 വോൾട്ട് കണക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്കിവിടെ എല്ലാ പാനൽസും ഓണായി. അപ്പോൾ റെഡ് ഡിസ്പ്ലേ, ബ്ലൂ ഡിസ്പ്ലേ, ഗ്രീൻ ഡിസ്പ്ലേ, റെഡ് ഡിസ്പ്ലേ. അപ്പോൾ ഇതിൽ 3 വരുന്നത് നോർമൽ ഓപ്ഷൻസ് ആണ്. ഇതിൽ ബിൽഡ് ഇൻ ബേസ് ട്രബിൾ ഉണ്ട്. ഇതിൽ ബിൽഡ് ഇൻ മൈക്ക് ഉണ്ട്. അതിൽ എൻകോഡർ അടക്കം മൊത്തം കിറ്റോട് കൂടിയും ബിൽഡ് ഇൻ മൈക്ക് ആൻഡ് ബേസ് ട്രബിൾ കൺട്രോൾ. അതാണ് ഇതിന്റെ പ്രത്യേകതകൾ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പെൻഡ്രൈവ് ഉപയോഗിച്ച് പ്ലേ ആക്കാം. ഓരോന്നും കൂടി ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുമ്പോഴേക്ക് ഞാൻ 6 ബ്ലൂടൂത്ത് കണക്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ഓരോന്നും പെൻഡ്രൈവ് ഉപയോഗിച്ച് പ്ലേ ചെയ്യാം. അപ്പോൾ ഫസ്റ്റത്തെ നമ്മളിവിടെ കണക്ട് ചെയ്യാണ്. അത് നമ്മൾ ഓഡിയോ ഔട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാണ്. അപ്പം FM ഓപ്ഷനിലാണുള്ളത്. അനൗൺസ്മെന്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാം. യെസ്, ഇത് അനൗൺസ്മെന്റ് ഉള്ളതാണ്. വിലകുറവുള്ള ടൈപ്പാന്ന് ഫസ്റ്റ് പറഞ്ഞല്ലോ. ബ്ലൂടൂത്ത് മോഡ്. അപ്പോൾ അനൗൺസ്മെന്റ് ഉണ്ട്. നമുക്ക് ഇവിടെ പെൻഡ്രൈവ് കണക്ട് ചെയ്യാം. USB driver mount. ഫുൾ വോളിയാണ്.
ഓക്കെ, നെക്സ്റ്റ് നോക്കാം ഗ്രീൻ ഡിസ്പ്ലേ. അപ്പോൾ ഗ്രീൻ ഡിസ്പ്ലേ ഉള്ളത് FM മോഡിലാണ്. നമുക്ക് അത് കണക്ട് ചെയ്യാം. ഇതിനകത്ത് പെൻഡ്രൈവ് അനൗൺസ്മെൻറ്റ് നോക്കാം. AUX mode. അനൗൺസ്മെൻ്റ് ഉള്ള ടൈപ്പാണ്. Play by USB drive. വോളിയം കൂട്ടാം. സോറി, വിക്രമാണ്, കോപ്പിറൈറ്റ് വരും. നെക്സ്റ്റ് നമ്മൾ ബ്ലൂ ഡിസ്പ്ലേ നോക്കാം. ബ്ലൂ ഡിസ്പ്ലേ അനൗൺസ്മെന്റ് ഉണ്ടോ നോക്കിയാൽ AUX mode. അനൗൺസ്മെന്റ് ഉള്ളതാണ്. പെൻഡ്രൈവ് Play by USB drive. വോളിയം കൂട്ടാം. ഇപ്പോൾ ഈ കിറ്റിന് നമ്മൾ മുമ്പ് ചെക്ക് ചെയ്ത് രണ്ടിനായിട്ടും കുറച്ചുകൂടി ഗെയിൻ കാണുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിൽ അനൗൺസ്മെൻറ്റ് നോക്കാം. അത് അനൗൺസ്മെൻ്റ് ഇല്ല. അതിൽ മൈക്ക് ഓപ്ഷൻ ഉണ്ട്, അതുപോലെ ബേസ് ട്രബിൾ കൺട്രോൾ ഉണ്ട്. കൂടുതൽ ഗെയിനുണ്ട്. അടുത്തത് അനൗൺസ്മെൻറ്റ് ഉള്ളതാണോ നോക്കിയിട്ട്. അനൗൺസ്മെൻ്റ് ഇല്ല. നമുക്ക് പെൻഡ്രൈവ് നോക്കാം. ഒക്കെ സെയിം ഗെയിൻ തന്നെയാണ് കാണുന്നത്. ഓക്കെ, ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് നോക്കാം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പാനൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ പെൻഡ്രൈവ് ഉപയോഗിക്കുകയാണ്. നെക്സ്റ്റ് അപ്പോൾ ഇത്രയും 6 പാനൽ നമ്മളിപ്പോൾ ചെക്ക് ചെയ്തില്ലേ. 6 ഓപ്ഷൻസ് നമ്മൾ ചെക്ക് ചെയ്തു. അതായത് FM കിട്ടുന്ന നമുക്കറിയാം. ആൻറ്റിന കൊടുത്താൽ USB പ്ലേ ചെയ്തു. 6 ബ്ലൂടൂത്ത് ഗ്യാപ്പ് കണക്ട് ചെയ്യണ്ടേ. 6 സെപ്പറേറ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ വയ്യാത്തത് കൊണ്ടാണ് 6 ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ. അപ്പോൾ ഇത്രയും പ്ലേ ചെയ്ത സ്ഥിതിക്ക് അത് കൺഫേം ആണുള്ള സംഭവം. പിന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. അതായത് ക്വാളിറ്റി വരുന്ന വരവ് നിങ്ങൾക്ക് ഇപ്പോൾ കേട്ടതിൽ മനസ്സിലായിട്ടുണ്ടാവും. ഇവിടുന്ന് അങ്ങനെ കയറി വരും. ഹൈ ക്വാളിറ്റി അനുസരിച്ചിട്ട്, നല്ല ടൈപ്പ് അനുസരിച്ചിട്ട് ക്വാളിറ്റി കൂടി വരും. ആ IC ഒക്കെ അനുസരിച്ചിട്ട് ഓരോന്നിൻ്റെ ഔട്ട്പുട്ട് വ്യത്യാസം ഉണ്ടാവും. ഇനിയിപ്പോൾ അതിൽ ചെക്ക് ചെയ്യാനുണ്ടാവുക, നമുക്ക് ഇപ്പോൾ മൈക്ക് ഉണ്ടോ എന്ന് നോക്കിയാൽ മൈക്ക് ഓപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിന് മൈക്ക് ഇവിടെ ഒരു ഹൂജാവ മൈക്ക് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ കൂടെ കിട്ടുന്ന കണക്ടർ, അതിൻ്റെ കൂടെ എല്ലാ ലാസ്റ്റത്തേലും അതിൻ്റെ രണ്ടാമത്തേലൊക്കെ എല്ലാ ആക്സറീസും അതിൻ്റെ കൂടെ കിട്ടുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മൈക്കിൻ്റെ ഓപ്ഷൻ നമ്മൾ കണക്ട് ചെയ്യാം. അതായത് ഇനി അഥവാ കണക്ട് ആവുന്നില്ലെങ്കിൽ മോഡ് ബട്ടൺ ഒരു അല്പനേരം ഒരു 4 സെക്കൻഡ് ചെക്ക് പിടിച്ചാൽ മൈക്ക് ഓൺ ആവും. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ മൈക്ക് കണക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഹലോ പറയാം. ഹലോ check, hello, testing, hello, check, hello, box super റൂമിനും ഓൾറെഡി ഒരു എക്കോ ഉണ്ട്. അതിൻ്റെ കൂടെ ഈ എക്കോ കൂടെ ആയപ്പോൾ ബാർ എക്കോ. എന്തായാലും അപ്പോൾ മൈക്ക് ഓപ്ഷൻ ഓക്കെയാണ്. പിന്നെ എല്ലാവർക്കും ഞാൻ ആദ്യം പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നമുക്ക് സെപ്പറേറ്റ് റിമോട്ട് ഈ ടൈപ്പ് സെപ്പറേറ്റ് വെറൈറ്റി ആയ ഒരു റിമോട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് മാറ്റി വാങ്ങാം. അപ്പോൾ കിറ്റിൻ്റെ റിമോട്ടിന് ഒഴിവാക്കിയിട്ട് ഈ റിമോട്ട് എടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഈ ഓഡിയോ മാക്സിൻ്റെ ഈ പുതിയ ഒരു ബ്രാൻഡിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഈ ടൈപ്പ് പാനൽസ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് സ്റ്റാർ ഇലക്ട്രോണിക്സിലാണ് ഇത് അവൈലബിൾ ആവുന്നത്. പിന്നെ വില കാര്യങ്ങൾ അത് എൻ്റെ കയ്യിലല്ല, അത് അവർ വിൽക്കുന്നവരും ആ പ്രൊഡ്യൂസ് ചെയ്യുന്നവരുടെയും താല്പര്യമാണ് അതിൻ്റെ വിലയും കാര്യങ്ങളും. അപ്പോൾ അത് നിങ്ങൾ നേരിട്ട് വിളിച്ച് അന്വേഷിക്കുക. അപ്പോൾ അതിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഒരു ലാൻഡ് ലൈൻ നമ്പറുണ്ട്, അത് താഴെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ അതിലൂടെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ബൾക്ക് ഓർഡർ ആയിട്ടോ സിംഗിൾ ഓർഡർ ആയിട്ടോ ഈ തരത്തിലും നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരും. അതെല്ലാം നേരിട്ട് വന്ന് കോഴിക്കോട് വന്ന് വാങ്ങാം. അപ്പോൾ ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.